മലബാർ സ്പെഷ്യൽ പഴം നിറച്ചതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിനേക്ക് സാധാരണ ചെയ്യുന്നതിന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു 10 മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണിത്. അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ്ക്ക് പകരം ഓയിലോ വെളിച്ചെണ്ണയോ ബട്ടറോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് തൊലി കളഞ്ഞ നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. നല്ല പാകത്തിന് പഴുപ്പുള്ള പഴമാണ് നമ്മൾ നിറയ്ക്കാനായിട്ട് എടുക്കുന്നത്. ഇത് ഓരോ വശമായിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് മീഡിയം തീയിലിട്ടിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. എല്ലാ വശവും നല്ല കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇതിപ്പോൾ എല്ലാ ഭാഗവും ഞാൻ മറിച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ഈ പൊരിച്ച ബാക്കിയുള്ള നെയ്യിലേക്ക് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് കളറൊന്ന് മാറി വന്നാൽ മതി. കളർ മാറി വരുമ്പോൾ അതിലേക്ക് കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉണക്കമുന്തിരി കൂടെ ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ എല്ലാം 10 വീതമാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് നുറുക്കിയെടുത്തതാണ്. എന്നിട്ട് നന്നായി ഒന്ന് ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കസ്കസ് ചേർത്ത് കൊടുക്കാം. ഇത് വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ ചേർത്താൽ മതി. ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ചേർത്തിട്ടുള്ളത്. അതൊന്ന് റോസ്റ്റായിട്ട് വരുമ്പോൾ അതൊന്ന് എണ്ണയിലിട്ട് റോസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കടുക് പൊട്ടുന്ന പോലെ ജസ്റ്റ് പൊട്ടി തുടങ്ങും. അപ്പോൾ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഒരുപാട് സമയം തേങ്ങ ചേർത്ത് ഇളക്കരുത്. തേങ്ങ ഡ്രൈ ആയിട്ട് ഒരു ഉറപ്പായിട്ട് മാറും. അപ്പോൾ തേങ്ങ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കോഴിമുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു മുറി തേങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 കോഴിമുട്ട കൂടെ പൊട്ടിച്ച് കലക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരവും ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. മധുരമൊക്കെ അവനവൻ്റെ അളവിനനുസരിച്ച് ഇട്ടാൽ മതി. നല്ല മധുരമുള്ള പഴമാണ് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. മധുരം കഴിയുന്നത് ഏറ്റവും അവസാനം ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിത് തീ ഓഫ് ചെയ്യുന്നതിൻ്റെ മുൻപായിട്ടൊന്ന് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ആ ചൂടിൽ കിടന്ന് പഞ്ചസാര മെൽട്ടായിക്കോളും. നമ്മൾ ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ പഞ്ചസാരയും മുട്ടയും തേങ്ങയും കൂടെ എല്ലാം കൂടെ വരുമ്പോൾ അതിൻ്റെ കളറ് മാറിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ പഞ്ചസാര ലാസ്റ്റ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് തണുത്ത് വരുമ്പോഴേക്കും പഞ്ചസാര മെൽറ്റായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. പഴം നിറയ്ക്കാനുള്ള പണ്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നിറയ്ക്കാൻ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴം ഈ സമയം കൊണ്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ആ പഴത്തിൻ്റെ ഒരു വശം ഇതുപോലെ ഒരു കത്തി ഉപയോഗിച്ച് ഒന്നിങ്ങനെ കീറി കൊടുക്കാം. അതിനുശേഷം വിരലിട്ടിട്ട് നന്നായി ഒന്ന് ഇതുപോലെ വിടർത്തി കൊടുക്കാം. എല്ലാ പഴവും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിൽ നിറയ്ക്കാൻ പാകത്തിൽ ഒന്ന് നല്ലൊരു ഹോളാക്കി കൊടുക്കുക. അധികം ഹോളാക്കി കഴിഞ്ഞാൽ ബാക്കിലേക്ക് കീറൽ വരും. അപ്പോൾ നമുക്കിത് നിറയ്ക്കുന്നത് പുറത്തേക്ക് പോകും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ഇതുപോലെ കീറിയെടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിൽ നന്നായി നിറച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പഴം നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം ഇതുപോലെ തന്നെ നിറച്ചെടുക്കുക. ഇനി നമ്മൾ ഇതൊന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെ പീസായിട്ട് നമ്മൾ സെർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പഴം നിറച്ചതിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഏറ്റവും എളുപ്പത്തിൽ കുറഞ്ഞ സമയത്ത് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണല്ലോ നമ്മൾ ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.